Good morning, sir. Good morning. Good morning. ഇന്നലെ നമ്മള് പോളിസികളാണല്ലോ പറഞ്ഞത്. എത്ര പോയിന്റ്സ് പറഞ്ഞു പോളിസികള്? 7 points. 7 പോയിന്റ്സ് പറഞ്ഞു അല്ലേ? ഓക്കെ, 7 ഞാൻ പറയിച്ചില്ല എല്ലാരെയും കൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നലെ 7 പോയിന്റ്സ് ആണ് പറഞ്ഞതിനകത്ത് 7ാമത്തെ പോയിന്റ്, ഇൻ കേസ് ഓഫ് ഡെത്ത് ദ ഡിസ്ചാർജ് സമ്മറി മസ്റ്റ് ഇൻക്ലൂഡഡ് ദ കോസ് ഓഫ് ഡെത്ത്. അതായത് മരണം സംഭവിച്ചാൽ, രോഗി ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിസ്ചാർജ് സമ്മറിയില് മരണ കാരണം രേഖപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞു. അതുവരെയാണ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനി 8ാമത്തെ പോയിന്റ് ആണ് പറയുന്നത്, the nurse shall be responsible for completing the discharge checklist and explaining the discharge summary to the patient, family. Understanding shall be recorded in document on the discharge checklist by getting signed by the patient, family. അതായത് ഡിസ്ചാർജിന്റെ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കേണ്ടതും രോഗിക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് ഡിസ്ചാർജ് സമ്മറി വിശദീകരിക്കേണ്ടതും നഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇതിനകത്ത് നഴ്സ് രോഗി അല്ലെങ്കിൽ ഫാമിലി എന്ത് ചെയ്യണം? സൈൻ ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിലെ ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തണം. അപ്പൊ എന്താ പറയുന്നത്? അതായത് ഡോക്ടർ ഡിസ്ചാർജ് സമ്മറി റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാല് ആ ഡിസ്ചാർജ് സമ്മറിയിലെ ആ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കേണ്ടതും, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ചാർജ് സമ്മറിയില് ആ പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കേണ്ടതും, രോഗിക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് ഡിസ്ചാർജ് സമ്മറി വിശദീകരിക്കേണ്ടതും. ഡോക്ടറാണല്ലോ ഡിസ്ചാർജ് സമ്മറി എഴുതുന്നേ, അപ്പൊ ചിലപ്പോൾ രോഗിക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ എന്താണ്, അത് അവർക്ക് മനസ്സിലായെന്ന് വരില്ല. നമുക്കറിയാലോ ഡോക്ടർമാരുടെയൊക്കെ കൈപ്പട എങ്ങനെയാണ്, ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന്. അപ്പൊ അതിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? നഴ്സാണ് എന്ത് ചെയ്യണ്ടേ? ആ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് രോഗിക്ക് അല്ലെങ്കിൽ രോഗിയുടെ കൂടെയുള്ള റിലേറ്റീവ്സിന് എന്ത് ചെയ്യേണ്ടത്? വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നഴ്സിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഡിസ്ചാർജ് സമ്മറി റെഡിയാക്കി കഴിഞ്ഞാല് അതിനുള്ളിലെ സമ്മറി എന്താണെന്ന് രോഗിക്കോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇവിടെ നഴ്സിനാണ് ഉള്ളത്. ഓക്കെ, ഇനി രോഗി അല്ലെങ്കിൽ എന്താണ് ഫാമിലി സൈൻ ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിലെ ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തണം. അപ്പൊ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും. അതിനകത്ത് എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യണം. ഡിസ്ചാർജ് ആയി പോവാണെന്നുള്ളത് ഡോക്യുമെന്റിൽ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആര് തന്നെയാണ്? നഴ്സ് തന്നെയാണ്. ഒന്നെന്താണ് പറഞ്ഞത്? ആ ഡിസ്ചാർജ് സമ്മറിയിലുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ രോഗിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ രോഗിയുടെ ഫാമിലിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാല് സമ്മറി കൊടുത്തതിന് ശേഷം എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഇവരവിടെ നിന്ന് പോകുമല്ലോ. പോകുമ്പോ എന്താണ്, അത് ഡോക്യുമെന്റില് രോഗിയുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ സൈൻ ചെയ്ത് മേടിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് 8ാമത്തെ പോയിന്റ് ഇവിടെ പറയുന്നത്. ഇനി 9th one, patient who requests to discharge against medical advice shall be explained the risk and informed consent policy. അതായത് വൈദ്യോപദേശത്തിനെതിരായി, അതായത് ഡോക്ടറുടെ അഡ്വൈസിനെതിരായിട്ട് ഡിസ്ചാർജ് ആവശ്യപ്പെടുന്ന രോഗികൾക്ക് ലാമയുടെ അനന്തര ഫലങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് 2 പോയിന്റും അത് തന്നെ പറയുന്നത്. പേഷ്യന്റ് ഹു റിക്വസ്റ്റ് ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഷാൾ എക്സ്പ്ലെയിൻ ദ റിസ്ക് ഇൻഫോംഡ് കൺസെന്റ് പോളിസി. അതായത് ഈ കൺസെന്റ് പോളിസി, അതായത് ഈ ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് അഡ്വൈസിനെതിരായിട്ട് പോകുന്ന രോഗികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താണ് ഈ കൺസെന്റിനെ കുറിച്ചും പിന്നെ പോയാൽ ഉണ്ടാകുന്ന റിസ്ക് ഇൻഫർമേഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താണ് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത്, പേഷ്യന്റ് ഹു ലീവ്സ് ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആർ ടു ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ കോൺസിക്വൻസ് ഓഫ് ലാമ ആൻഡ് സിഗ്നേച്ചർ ടു ബി ഒബ്റ്റെയിൻഡ് ഇൻ ലാമ ഫോം
ഇൻ പേഷ്യന്റ് റെക്കോർഡ്. അതായത് ഇങ്ങനെ പോകുന്ന രോഗികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർക്ക് എന്ത് ചെയ്യണം, ഈ ലാമ അതായത് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പോയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തൊക്കെയാണ്, പിന്നെന്താണ് ഇങ്ങനെ ലാമ ഫോമിൽ ഒപ്പിടേണ്ട ആവശ്യകത എന്താണ്, അത് ഒപ്പിട്ട് മേടിക്കാനുള്ള ഉത്തരവാദിത്വം ഒക്കെ ആർക്കുണ്ട്, ഈ ഒരു നഴ്സിന് ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, a patient who comes out to casualty, take treatment and leave hospital with the CMO consent as OP consultations are given prescription based on patient condition. അതായത് കാഷ്വാലിറ്റിയിൽ വന്ന് ചികിത്സ എടുത്ത് ആശുപത്രി വിടുന്ന ഒരു രോഗിക്ക് CMO ആണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കി CMOയുടെ സമ്മതത്തോടെ OP കൺസൾട്ടേഷനുകൾക്ക് പ്രിസ്ക്രിപ്ഷൻ നൽകുന്നത്. അതായത് നമുക്കിപ്പോ എമർജൻസി ആയിട്ട് എന്തെങ്കിലും, ഒരു സെക്കൻഡ് അതായത് കാഷ്വാലിറ്റിയിൽ നിന്ന് ചികിത്സ എടുക്കുന്നത്, ഇപ്പൊ നമുക്കൊരു എമർജൻസി വന്നു, നമ്മുടെ എമർജൻസി വന്ന് നമ്മൾ അപ്പൊ തന്നെ എവിടെയാ ചെല്ലുന്നത്, ഹോസ്പിറ്റലിൽ പോകും അല്ലെ. അപ്പൊ കാഷ്വാലിറ്റിയിലാണ് നമ്മൾ പെട്ടെന്ന് ചെല്ലുന്നത്, എമർജൻസി ആണെങ്കിൽ. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമല്ലോ. എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഛർദി വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വയറുവേദന വന്നു, നമ്മൾ കാഷ്വാലിറ്റി ആദ്യം കാണിക്കാം. അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ അവര് നമുക്ക് ട്രീറ്റ്മെന്റ് തരും. ആ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് പോകുന്ന ഒരു രോഗിക്ക്, അതായത് ഒരു നിശ്ചിത സമയം നമ്മൾ കാഷ്വാലിറ്റി കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ, നമ്മുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആവുന്ന വരെ നമ്മൾ കാഷ്വാലിറ്റിയിലെ ഒബ്സർവേഷനിലായിരിക്കുള്ളൂ. അങ്ങനെ ആ ഒരു നിശ്ചിത മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ആശുപത്രി കാഷ്വാലിറ്റി ആശുപത്രി വിട്ട് കഴിഞ്ഞാൽ ആ രോഗിക്ക് CMO ആണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കി, അതായത് ചീഫ് മെഡിക്കൽ ഓഫീസർ, കാഷ്വാലിറ്റിയിലുള്ള ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് CMOയുടെ സമ്മതത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, കൺസൾട്ടേഷനുകൾക്ക് പെർമിഷൻ നൽകുന്നത്, OP കൺസൾട്ടേഷനുകൾക്ക്. നമുക്ക് പറയാം, നമ്മളിപ്പോ തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നതായിരിക്കാം, എന്തെങ്കിലും ഇപ്പൊ ഒരു വയറുവേദനയായിട്ട് ചെന്നതായിരിക്കാം, നമ്മൾ ആദ്യം കാഷ്വാലിറ്റിയിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അവിടെ നമ്മളെ കാണിക്കുമ്പോൾ അവർ കുറച്ചു നേരം അവിടെ കിടക്കാൻ പറയും അല്ലെ, അവിടെ ബെഡിടൊക്കെ അലൗഡ് ആണ് അല്ലെ. അവിടെ നമ്മളെ കൊണ്ടൊക്കെ എടുത്തും നമുക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ തരും, ടാബ്ലറ്റ് തരും. അപ്പൊ നമ്മളൊരു 1-2 മണിക്കൂർ ഒബ്സർവ് ചെയ്തതിന് ശേഷം അവർ നമ്മളെ വിട്ടയക്കുമ്പോ എന്ത് പറയും, നമ്മളോട് ചിലപ്പോൾ സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു 2 മണിക്കൂറിനുള്ളിൽ. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഈ റിപ്പോർട്ട് കാണിക്കുമ്പോൾ, വയറുവേദനയാണല്ലോ, റിപ്പോർട്ട് കാണിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ നേരെ പറയും എന്തെങ്കിലും ഫിസിഷ്യനെ കാണിക്കാനോ അല്ലെങ്കിൽ വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാനായിട്ടോ പറയും. അപ്പൊ അങ്ങനെയുള്ള OP കൺസൾട്ടേഷനുള്ള പ്രിസ്ക്രിപ്ഷൻ നമുക്ക് നൽകുന്നത് ആരാണ്, ഈ കാഷ്വാലിറ്റിയിലുള്ള CMO ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. നമുക്ക് OPയിലേക്ക് കൺസൾട്ടേഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നടക്കുന്നത് ഇങ്ങനെ ഒരു പ്രൊസീജിയർ ആണ്. നിങ്ങൾ പോയിട്ടുണ്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലില്? പോയിട്ടില്ലേ? ഇല്ല ടീച്ചർ. ഇല്ല, പോയിട്ടില്ല. ഇല്ല. ഓക്കെ, അവിടെയൊക്കെ നടക്കുന്നത് ഈ ഒരു പ്രൊസീജിയർ ആണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ആയിരിക്കും നമ്മൾ പരിശോധിക്കുക. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും ഫർദർ നമുക്ക് ഇനിയും എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ OPയിലേക്ക് പ്രിസ്ക്രിപ്ഷൻ തരുന്നത് ഏത് ഡോക്ടറാണ്, ഈ CMO എന്ന് പറയുന്ന ആളാണ് തരുന്നത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി 12th one എന്ന് പറയുന്നത്, the hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. അതായത് ഓരോ ആശുപത്രിയിലും ഒരു സംഘടിത ഡിസ്ചാർജ് പ്ലാനിംഗ് ഉണ്ടെന്നും അത് രോഗിയുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നുവെന്നും ഭരണകൂടം ഉറപ്പാക്കണം. അതായത് ഒരു ഹോസ്പിറ്റലിൽ, ഞാൻ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താ ചെയ്യേണ്ടത്, അതായത് ഒരു സംഘടിതമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിംഗ് ഉണ്ടെന്നും അത് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്നും ഉറപ്പാക്കണം. അപ്പോൾ അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ആ രോഗിക്ക് എന്ത് കൊടുക്കണം, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. അങ്ങനെ കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്, പോളിസികളിൽ വരുന്നത് കേട്ടോ, ഡിസ്ചാർജിന്റെ പോളിസികളിൽ വരുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ നിങ്ങൾക്ക്?
ഏതെങ്കിലും ഒരു പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയാ നിങ്ങള്. ഒരു 12 പോയിന്റ് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കൂ. വായിച്ചു നോക്കൂ. ഒരുപാട് ഫങ്ഷൻസ് അതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറൽ ഡയഗ്നോസ്റ്റിക് സിസ്റ്റമാണ്, അല്ലെങ്കിൽ സ്റ്റാഫ് നടത്തുന്ന കാലത്ത് എല്ലാവരും കൂടി സ്റ്റാഫ് അവരുടെ ജോലി ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പാസ് ചെയ്തു ആയിരിക്കാം. ഇത്തരം കാര്യങ്ങൾ സ്റ്റാഫ് അസംബ്ലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ എല്ലാം എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കൂട്ടോ. എന്തെങ്കിലും പോയിന്റ് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ പറയണം. മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്കിയുള്ള മെത്തേഡുകളൊക്കെ എതിർക്കുകയാണ് മറ്റൊരു രീതിയിലുണ്ട് ആളുകളിലേക്ക് പബ്ലിക്കുകളിലേക്ക് എത്തിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. ഒരു ഹോസ്പിറ്റലുകളുടെ എല്ലാ ഫംഗ്ഷൻസും ഈ എല്ലാ ഫംഗ്ഷൻസും എന്തൊക്കെയാണോ അതെല്ലാം അത് കൂടാതെ മിക്സ് ചെയ്തത് കൂട്ടിച്ചേർത്തിട്ട് അയക്കുന്ന മെത്തേഡാണ് അപ്പൊ അത് ആകാം. അറിയാൻ വേണ്ടി അത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ്? ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? വായിച്ചു ടീച്ചർ. മനസ്സിലാവാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത് ഈ പോയിന്റ്സില്? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോവാണ്. ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഡിസ്ചാർജ് നടക്കുമ്പോൾ അത് കൃത്യമായിട്ടൊരു ഫ്ലോ ചാർട്ട് പോലെയാണ് നടക്കുന്നത്. കൃത്യമായിട്ട് ഒരു കാര്യം കഴിഞ്ഞിട്ടാണ് മറ്റൊരു കാര്യം നടക്കുന്നത് ഡിസ്ചാർജിൽ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്, അതായത് ഡിസ്ചാർജ് ആരംഭിക്കുന്നത് തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു ഘട്ടം എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റെപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡിസ്ചാർജ് നമുക്ക് വേണമെങ്കിൽ, ഡിസ്ചാർജ് ഒരു പേഷ്യന്റിന് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ എന്താ വേണ്ടത്? ഡോക്ടറിന്റെ ഒരു റിട്ടേൺ ഓർഡർ വേണം അല്ലെ? ഡോക്ടർ വന്ന് നമ്മളെ പരിശോധിച്ചിട്ട് നമ്മൾ ബെറ്റർ ആയെന്ന് ഡോക്ടർക്ക് തോന്നിയാൽ എന്താക്കും? നമ്മളെ ഡിസ്ചാർജ് ചെയ്യും അല്ലെ? അപ്പൊ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ഡോക്ടറുടെ ഒരു റിട്ടേൺ ഓർഡർ ആണ് വേണ്ടത്. രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു റിട്ടേൺ ഓർഡർ വേണം. അതിനുശേഷം ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്, അതായത് രോഗിക്ക് ഇപ്പോ ബന്ധപ്പെട്ട വാർഡിലല്ലാതെ രോഗിക്ക് വേറെ ഏതെങ്കിലും വാർഡില് ഡോക്ടർമാരുടെ സേവനം ആവശ്യമുണ്ടെങ്കിലോ അവിടുത്തെ സർവീസസുകൾ ആവശ്യമുണ്ടെങ്കിലോ എന്താണ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സഹകരിക്കേണ്ടി വരും അല്ലെ? അപ്പൊ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യണം? ഇൻഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഡയാലിസിസിനായിട്ട് വന്നൊരു പേഷ്യന്റ് ആണ് വിചാരിക്കുക. അതായത് വൃക്ക സംബന്ധമായിട്ട് രോഗമായിട്ട് വന്നൊരു പേഷ്യന്റ് ആണ്. ആള് എന്താണ്, അപ്പോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കില്ലേ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വാർഡിലായിരിക്കില്ലേ ആള് കിടക്കുക. വൃക്ക സംബന്ധമായിട്ടുള്ള രോഗമാണെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അവിടെ ആയിരിക്കും ആള് കിടക്കുക. ഓക്കെ, പക്ഷേ ആൾക്ക് എന്താണ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗമുണ്ട്. ഓക്കെ, ഇപ്പൊ ആസ്മ ഉണ്ടെന്ന് വിചാരിക്കാം, അതിന്റെ കൂടെ തന്നെ ആസ്മ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ അതുള്ളത് കൊണ്ട് എന്താണ്, ഈ ഒരു പേഷ്യന്റിന് പൾമണോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യേണ്ടി വരും? അവിടുത്തെ ചികിത്സ ചിലപ്പോൾ വേണ്ടി എന്ന് വരും. ചിലപ്പോൾ ഇയാള് ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ ഡെർഫിലിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം. അപ്പൊ എന്താണ്, ആൾക്ക് പൾമോണോളജിസ്റ്റ്, അതായത് പൾമോണോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാരുണ്ടാവില്ലേ, ആരുടെ സർവീസ് ഈ ഒരു രോഗിക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോ ഈ രോഗിക്ക് എന്താണ്, വൃക്ക സംബന്ധമായിട്ടുള്ള രോഗമുണ്ട്, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ്, ഒരു നെഫ്രോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. കൂടാതെ
ഇദ്ദേഹം എന്താണ് ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും മരുന്ന് കഴിക്കുന്നുണ്ട്. അദ്ദേഹം വേറൊരു ഡിപ്പാർട്ട്മെന്റ്, അതായത് പൾമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ മരുന്നും ഇദ്ദേഹം കഴിക്കുന്നുണ്ട്. അപ്പൊ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഇദ്ദേഹത്തിന് മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ മരുന്നുകൾ ഇദ്ദേഹം കൊണ്ടുവരുമല്ലോ വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യണം, മറ്റു ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കണം എന്താണ് ഇയാള് ഡിസ്ചാർജ് ചെയ്ത് പോവാണെന്ന്. ഇപ്പോ അത് ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആവണമെന്നില്ല. ഇനി എന്താ ചിലപ്പോൾ റിസപ്ഷൻ ആകാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആവാം, അല്ലെങ്കിൽ ഓഫീസ് ആവാം, ഹോസ്പിറ്റലിലെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഇൻഫോം ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ആ പേഷ്യന്റിന് ആരൊക്കെയായിട്ട് റിലേറ്റഡ് ആണ് ആ പേഷ്യന്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യണം, ഈ പേഷ്യന്റിനെ ഇൻഫോം ചെയ്യണം. ഡിസ്ചാർജ് ആയി പോവാന്നുള്ള വിവരം ഇൻഫോം ചെയ്യണം. അപ്പോ അത് ഞാൻ പറഞ്ഞു റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ ആണ്. രണ്ടാമത്തേത് ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്. ഇനി മൂന്നാമത്തേത് വരുന്നത് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻ. അതായത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ആ വാർഡില് അദ്ദേഹം കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അദ്ദേഹത്തിന് ചില മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു 5 ദിവസത്തെ മരുന്നാണെങ്കിൽ 5 ദിവസത്തെ മരുന്ന് ഒരുമിച്ചായിരിക്കില്ല കൊടുക്കണത്. ഓരോ ദിവസം റൗണ്ട്സിന് ഡോക്ടർ വന്ന് പോയി കഴിഞ്ഞിട്ട് നഴ്സുമാർ എന്ത് ചെയ്യും, മരുന്നുകൾ ചിലപ്പോൾ മാറ്റിയുണ്ടെങ്കിൽ മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണ്ടെങ്കിൽ അത് കൊടുക്കും. അപ്പൊ എന്താണ്, അവർ ആ ഒരു ഡേയിലേക്കാണ് മരുന്ന് കൊടുക്കണേ. അതായത് സിസ്റ്റർമാര്, അതായത് വാർഡ് സിസ്റ്റർമാര് ഷിഫ്റ്റിൽ ചേഞ്ച് ആകുമ്പോൾ എന്താണ്, അവര് വന്ന് കൊടുക്കുന്ന മരുന്നിലും ഇതുണ്ടാകും. കാരണം ഇപ്പൊ രാവിലെ വന്ന് സിസ്റ്റർ ചിലപ്പോൾ രാവിലത്തെ ഉച്ചക്കലത്തെയും മരുന്ന് മാത്രമേ കൊടുക്കുള്ളൂ. വൈകുന്നേരം വരുന്ന സിസ്റ്റർ വൈകുന്നേരത്തെയും പിറ്റേ ദിവസത്തെ ഏർലി മോർണിംഗിലെയും മരുന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോ അങ്ങനെയുള്ള സമയത്ത് എന്താണ്, ഇവർക്ക് ഇങ്ങനെ ഓരോ ഡേയിലെയും മരുന്ന് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ദിവസവും രാവിലെ ഇവർക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടാവും. നഴ്സുമാര് വന്ന് മരുന്ന് കൊടുത്തിട്ടുണ്ടാവും കയ്യിൽ കഴിക്കാനായിട്ട്. ഉച്ചക്കലത്തേക്കും വൈകുന്നേരത്തേക്കുള്ള മരുന്ന് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുക്കുമ്പോൾ ഡിസ്ചാർജ് ആയി പോവാണല്ലോ ഇവര്. അപ്പോ അങ്ങനെ പോകുന്ന സമയത്ത് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു മരുന്നുകൾ കിട്ടും. ഒരു ഫുൾ ഓഫ് എന്താ പറയാ ഉണ്ടാവും. കുറച്ച് ദിവസത്തേക്ക്, ഒരാഴ്ചക്കൊക്കെ കഴിക്കാൻ, ഒരു മാസത്തേക്ക് കഴിക്കാനുള്ള മെഡിക്കേഷൻസ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തുവിടും. അങ്ങനെ കൊടുത്തുവിടുന്ന സമയത്ത് എന്താണ്, ഇവർക്ക് ഈ രാവിലെ കൊടുത്ത മരുന്നിന്റെ ആവശ്യം വരുന്നില്ല. സിസ്റ്റർമാര് വന്ന് വാർഡിലായിരിക്കുന്ന പേഷ്യന്റ് ആയതുകൊണ്ട് രാവിലെ കൊടുത്ത മരുന്നിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെ ഇവർക്ക് കൊടുത്ത മരുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവര് തിരിച്ച് മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇവർക്ക് ഒരു ലോഡ് മരുന്ന് കൊടുത്തു വിടുന്നുണ്ടാകും, അതിന്റെ കൂട്ടത്തിൽ ഈ മരുന്നിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇവർക്ക് ആ ഒരു കോഴ്സ് അവിടെ തീർന്നു, പിന്നെയും അത് കൈ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവരുടെ കയ്യിലുള്ള മരുന്നുകൾ ആ വാർഡിലുണ്ടായത് സമയത്ത് അവർക്ക് കൊടുത്ത മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് തിരിച്ചു മേടിക്കുന്നുണ്ട്. അപ്പൊ റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻ അതാണ് കേട്ടോ പറയുന്നത്. 3 പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ഓക്കെ. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. ഇനി 4ാമത്തെ പോയിന്റ്സ് തന്നെ, അതായത് നമുക്ക് റിട്ടേൺ ഓർഡർ കിട്ടി ഡോക്ടറിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഫോം ചെയ്തു, പേഷ്യന്റിന്റെ കയ്യിലുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഈ പേഷ്യന്റിന്റെ ബില്ല് തയ്യാറാക്കുക, റെഡിയാക്കുക എന്നുള്ളതാണ് ഇത് അടുത്തൊരു ജോലിയായിട്ട് വരുന്നത് കേട്ടോ. പിന്നീടാണ് ചെയ്യുന്നത് ഡിസ്ചാർജ് സമ്മറി. ഇങ്ങനെ ഡിസ്ചാർജിന്റെ ഇൻഫോർമേഷൻ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബില്ല് പ്രിപ്പറേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബില്ലിന്റെ പ്രോസസ് നടത്തുന്നത് 4ാമത്തെ ഒരു സ്റ്റെപ്പിലാണ്. ഇനി ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഇനി ചെക്ക് ചെയ്യാണ്, ബില്ല് തയ്യാറായി കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്, റിസപ്ഷനിൽ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇയാളുടെ മോഡ് ഓഫ് പേയ്മെന്റ് എന്താണ്, ഒന്നില്ലെങ്കിൽ ക്യാഷ് ആകാം അടക്കുന്നത്, ക്യാഷ് ആയിട്ടാകാം, ഡയറക്റ്റ് ക്യാഷ് ആയിട്ടാകാം അടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഷ്യന്റിന് എന്തുണ്ടാവാം, ഇൻഷുറൻസിന്റെ സ്കീം ഉണ്ടാകും. അപ്പൊ നമ്മൾ ക്യാഷ് അടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ റിസപ്ഷനിൽ ഇത്രയും കാര്യങ്ങൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ബില്ല് റെഡിയാക്കി കഴിയുമ്പോൾ പിന്നെ നോക്കുന്നത് ഏത് പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. നിലയിൽ ക്യാഷ് ആവാം, ഇനി അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇൻഷുറൻസിന്റെ സ്കീമും ഉണ്ടാവാം. അടുത്തത് വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി. അതുകൂടാതെ ഏത് ഇൻഷുറൻസ് ആണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ ഒരു വെരിഫിക്കേഷൻ നടത്തും കേട്ടോ. അതായത് ഇൻഷുറൻസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവിടെ വെരിഫൈ ചെയ്തിട്ടാണ് ഇവർക്ക് അത് അലൗ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ഇനി
അടുത്തത് ഇൻഫോം വാണ്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ, അതായത് ഏത് പേയ്മെന്റ് ആണ് നോക്കുന്നു, ഇൻഷുറൻസ് ആണെങ്കിൽ അത് നോക്കുന്നു, അതിന്റെ വെരിഫിക്കേഷൻ നടത്തുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? വാർഡിൽ ഇൻഫോം ചെയ്യുന്നത്. വാർഡിൽ ഇൻഫോം ചെയ്യുന്നു, പേഷ്യന്റിനോട് ബില്ല് അടക്കാനായിട്ട് ഇൻഫോം ചെയ്യുന്നു. അത് റിസപ്ഷനിൽ നിന്ന് വാർഡിലേക്ക് വിളിക്കും. പേഷ്യന്റ് ബില്ല് റെഡിയാക്കിയിട്ടുണ്ട്, ഞങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്, പേഷ്യന്റിനോട് വന്ന് ബില്ല് അടച്ചോളാനായിട്ട് പറയും. അത് വാർഡിൽ ആദ്യം ഇൻഫോം ചെയ്യും റിസപ്ഷനിൽ നിന്ന്. എന്നിട്ടാണ് നമ്മളോട് പേഷ്യന്റിനോട് ഇൻഫോം ചെയ്യുന്നത്. തുടർന്ന് പേഷ്യന്റ് അത് പ്രകാരം എന്ത് ചെയ്യുന്നു? ചെന്ന് ബില്ല് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ഓഫ് ബില്ലാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ പേഷ്യന്റ് അവിടെ ചെന്നു, ബില്ല് അടച്ചു, സെറ്റിൽമെന്റ് ഓഫ് ബിൽ, ബില്ല് സെറ്റിൽ ചെയ്തു. ഇനി ബില്ല് സെറ്റിൽ ചെയ്ത ശേഷം എന്താ സംഭവിക്കുന്നത്? കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്, അതായത് രോഗി ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മരുന്ന് തരും അല്ലെ, മെഡിക്കേഷൻസ് തരും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ. അത് കളക്ട് ചെയ്യുന്നു. ബില്ല് അടച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെഡിക്കേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. ഇനി എന്താ ചെയ്യുന്നത്? അതായത് രോഗിയോട് മെഡിക്കേഷൻ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ഡിസ്ചാർജ് സമ്മറിയും രോഗിക്ക് കൊടുക്കുന്നു. അടുത്തത് അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം വേണമെങ്കിൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്തു കൊടുക്കുന്നു? റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പൊ കാറോ അല്ലെങ്കിൽ എന്താ പറയാ വാഹനങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇപ്പൊ രോഗി തനിച്ചൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം HIS. ഓക്കെ, അതായത് ഡിസ്ചാർജിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നു. അതുകൂടാതെ ഈ പേഷ്യന്റിനെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജുകൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള ഒരു ഇതാണ്. സോഫ്റ്റ്വെയർ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അതിൽ നിന്ന് ഈ പേഷ്യന്റ് പോയി എന്നുള്ളത് എന്ത് ചെയ്യുകയാണ്? ഈ റിമൂവ് ചെയ്യാണ്. ആ HIS എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് രോഗി റിമൂവ് ആയി പോയെന്ന് അവിടെ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. റിമൂവ് ചെയ്യുന്നു അവിടെ നിന്ന്, ആ ഒരു ഇതിൽ നിന്ന് പേഷ്യന്റെ പേരും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സ്റ്റെപ്പുകൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഡിസ്ചാർജ് പ്രോസസ്സില് റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ അല്ലെ. ആദ്യം എന്താ ചെയ്യുന്നേ? ഡോക്ടറുടെ റിട്ടേൺ ഓർഡർ നേടുന്നു. അതിനുശേഷം ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യാണ്? ഇൻഫോം ചെയ്യുവാണ് രോഗിയെ കുറിച്ചിട്ടുള്ള. പിന്നെ റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്, പേഷ്യന്റെ കയ്യിലുള്ള മരുന്നുകൾ തിരിച്ചു മേടിക്കുന്നു. പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്, അതായത് ബില്ലിന്റെ പ്രോസസിംഗ് കാര്യങ്ങളും ആരംഭിക്കുന്നു. പിന്നെ അതിനുശേഷം പേയ്മെന്റ് ഏത് മോഡാണെന്ന് ചെക്ക് ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ ക്യാഷോ അല്ലെങ്കിൽ ഇൻഷുറൻസോ ആകാം. ഇനി വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി. അത് ഇതാണെങ്കിൽ ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഒരു അതിന്റെ കാര്യങ്ങൾ ഏത് സ്കീം പ്രകാരമാണ് ആരോഗ്യക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത്, അതിന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നേ? വാർഡില് രോഗി ഇൻഫോം ചെയ്യുന്നു വന്ന് ബില്ലടക്കാനായിട്ട് വേണ്ടിയിട്ട്. തുടർന്ന് രോഗി ചെന്ന് സെറ്റിൽമെന്റ് ഓഫ് ബില്ലടയ്ക്കുന്നു. പിന്നീട് അവിടെ നിന്ന് മരുന്നുകൾ ശേഖരിക്കുന്നു. പിന്നീട് എന്താണ്? മെഡിക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുകൂടാതെ ഡിസ്ചാർജ് സമ്മറി രോഗിക്ക് കൊടുക്കുന്നു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് രോഗിയെ റിമൂവ് ചെയ്യുന്നു. ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫ്ലോ ചാർട്ട് കേട്ടോ ഡിസ്ചാർജിന്റെ. ഓക്കെ. The next one, what is a discharge summary? A discharge summary is a clinical report prepared by a health professional at the conclusion of a hospital stay. It is often the primary mode of communication between the hospital care team and aftercare providers. അതായത് ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. ഇത് പ്രിപ്പയർഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഹെൽത്ത് പ്രൊഫഷണൽ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ. അതായത് ഹോസ്പിറ്റൽ സ്റ്റേയുടെ ഏറ്റവും അവസാന ദിവസം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ, അതായത് ഒരു ഡോക്ടർ തയ്യാറാക്കുന്ന ക്ലിനിക്കൽ റിപ്പോർട്ടിനെയാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നേ. നമ്മുടെ ഒരു ഹോസ്പിറ്റൽ സ്റ്റേയുടെ അവസാനം ഹെൽത്ത് പ്രൊഫഷണല് തയ്യാറാക്കുന്ന, പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി. ഇറ്റ് ഈസ് ഓഫൻ ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ കെയർ ടീം ആൻഡ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്.
അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്ചാർജ് സമ്മറി രോഗിക്ക് കൊടുക്കുന്നത്? അതായത് ഇതൊരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആര് തമ്മിലുള്ള പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്? ഹോസ്പിറ്റൽ കെയർ ടീമും പിന്നെ എന്താണ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന രോഗി വീട്ടിൽ ചെന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. അതായത് ഡിസ്ചാർജ് സമ്മറി പേഷ്യന്റ് റിലേറ്റീവ്സിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പകുതിയായി എന്നാ പറയാ. അതായത് ആ രോഗി ഇപ്പോ അത്രയും നാള് ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളാണ് ആ രോഗിയെ ട്രീറ്റ് ചെയ്തത്. ഓക്കെ, അവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും എന്താണ് ഈ രോഗിക്ക് ഇതേപോലെയുള്ള ഇതിന്റെ അത്ര അല്ലെങ്കിലും ഇതിന് സമാനമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടണം. അതൊക്കെ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിലാണ്. അപ്പോ രോഗിയുടെ വീട്ടിലുള്ള റിലേറ്റീവ്സ് ആയാലും, അതാണ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്, രോഗിയെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയ ശേഷം ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ പറയുന്നതാണ്. അത് രോഗിയുടെ ഫാമിലി തന്നെയാണ് ഈ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും ഹോസ്പിറ്റൽ കെയർ ടീമും തമ്മിലുള്ള ഒരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്തിലുള്ളത്? ഡിസ്ചാർജ് സമ്മറിയില്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ മനസ്സിലായോ എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന്? ടീച്ചർ ഓക്കെ, ടീച്ചർ ഒരു ഡൗട്ട് ടീച്ചർ. ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ടിലെ ലാസ്റ്റത്തേല് ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം HIS ഉണ്ട്. അത് ഫുൾ ഫോം എന്താ ടീച്ചർ? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ആ പേഷ്യന്റിനെ റിമൂവ് ചെയ്യാം, അവരുടെ പേര് ഡിലീറ്റ് ചെയ്ത് കളയാന്നാണ് കേട്ടോ ഉദ്ദേശിക്കണേ. അഡ്മിഷൻ ഡിസ്ചാർജ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം കേട്ടോ. അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ വിവരങ്ങളൊക്കെ ഉള്ളത് അതിനകത്താണ്. അപ്പൊ ആ രോഗി പോകുമ്പോഴെന്ത് ചെയ്യണം? ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ രോഗിയുടെ പേരും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്ത് കളയണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ എന്താ ഡിസ്ചാർജ് സമ്മറി? It is a clinical report prepared by a health professional at the conclusion of a hospital stay. It is often the primary mode of communication between the hospital care team and aftercare provider. ഓക്കെ, അപ്പൊ ഇതൊരു ക്ലിനിക്കൽ റിപ്പോർട്ട് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൂടാതെ ഇതൊരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആര് തമ്മിലുള്ള? ഹോസ്പിറ്റൽ കെയർ ടീമും ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, അതായത് ആ ഡിസ്ചാർജ് സമ്മറിയിലൂടെയാണ് രോഗിക്ക് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുന്നത് കേട്ടോ. അതിപ്പോ മെഡിക്കേഷനെ കുറിച്ചിട്ടാവാം, ഡയറ്റിനെ കുറിച്ചിട്ടാവാം, എക്സസൈസിനെ കുറിച്ചിട്ടാകാം, പിന്നെ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാവാം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ചിട്ടാവാം. എല്ലാനും വിശദീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിലാണ്. ഓക്കെ, ഇനി ദ ഡിസ്ചാർജ് സമ്മറി ഷാൾ ഇൻക്ലൂഡ്. ഈ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ദ റീസൺസ് ഫോർ അഡ്മിഷൻ, അതായത് അഡ്മിഷനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? രോഗി വരുമ്പോൾ രോഗിക്ക് എന്തുകൊണ്ടാണ് അഡ്മിഷൻ കൊടുത്തത്? പിന്നെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, രോഗിയിൽ അന്നേരത്ത് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അഡ്മിഷൻ സമയത്ത് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡയഗ്നോസിസ്, രോഗനിർണയം എന്തൊക്കെയായിരുന്നു? പേഷ്യന്റ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്, പിന്നീട് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള പേഷ്യന്റ് കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? ഡിസ്ചാർജ് സമ്മറിയിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രോഗി അഡ്മിറ്റ് ആവാനായിട്ട് വരുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് രോഗി അവിടെ അഡ്മിറ്റ് ആയതെന്ന് ഡിസ്ചാർജ് സമ്മറിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. കൂടാതെ ആ സമയത്ത് രോഗിയിൽ ഉണ്ടാകുന്ന കണ്ടെത്തലുകൾ, ചിലപ്പോൾ രോഗിയിൽ ചില സിംറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോ ദേഹമൊക്കെ എന്താണ് ചുവന്ന് തിണർത്തൊക്കെ ചില പേഷ്യൻസ് ഒക്കെ വരില്ലേ? എന്തൊക്കെയാണോ രോഗിക്ക് സിംറ്റം പിടിച്ച്, ചിലപ്പോൾ ഛർദിയാവാം, ചിലപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാകാം, അല്ലെങ്കിൽ തലറങ്ങി വീഴാം, പ്രഷർ കൂടിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഫൈൻഡിങ്സ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. എപ്പോ? അഡ്മിഷൻ സമയത്തുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ ഡയഗ്നോസിസ്, എന്തൊക്കെയാണ് രോഗനിർണയം, എന്തൊക്കെയാണ് നടത്തിയത് ആ പേഷ്യൻസിൽ, അത് എഴുതിയിരിക്കണം. അതുകൂടാതെ ഡിസ്ചാർജ് സമയത്ത് രോഗി എന്തൊക്കെ ചേഞ്ചസ് ആണ് രോഗിക്ക് ഇപ്പോഴും വന്നാക്കണം. ഡിസ്ചാർജ് സമയത്തെ രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? അതായത് ആ അഡ്മിഷൻ വന്ന സമയത്തെ ആ ഒരു കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയില് പോയിന്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് ആണ് ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ട്. എന്തൊക്കെയാണ്? അതായത് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്,
അതായത് രോഗിയുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവാം, സ്കാൻ ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്തിരിക്കണം, അവിടെ എഴുതിയിരിക്കണം. ആ ലബോറട്ടറി ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രോഗിയുടെ പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ പോയിന്റ് ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ, ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ദ പ്രൊസീജിയർ ഡൺ ഇഫ് എനി. അതായത് മെഡിക്കേഷൻ എന്തൊക്കെയാണ്, രോഗി എന്തൊക്കെയാണ് മെഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത്, രോഗിക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം. ഇനി ഫോളോ അപ്പ് അഡ്വൈസ്, അതായത് രോഗി വീട്ടിൽ ചെന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ, രോഗിക്ക് കൊടുത്തിട്ടുള്ള അഡ്വൈസുകൾ എന്താണെന്ന് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ മെഡിക്കേഷൻസ് ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ. അതായത് മെഡിക്കേഷൻസിനെ കുറിച്ചും പിന്നെ രോഗി നിർദ്ദേശിക്കേണ്ട മറ്റു കാര്യങ്ങളെ കുറിച്ചും എന്താണ് നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, ബോധവാന്മാരെ ആക്കി മാറ്റിയിരിക്കണം. ആരെ? രോഗികളെ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവർ കഴിക്കേണ്ട മരുന്നുകള്, അവർ ചെയ്യേണ്ട, അവർക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ എന്തിൽ എഴുതിയിരിക്കണം, ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയാ വരുന്നേ? റീസൺസ് ഫോർ അഡ്മിഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, ഡയഗ്നോസിസ് ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ ഓഫ് അറ്റ് ഡിസ്ചാർജ്. രണ്ടാമത്തേത് ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ട്, ദ മെഡിക്കേഷൻസ് ഗിവൺ ആൻഡ് ദ പ്രൊസീജിയേഴ്സ് ഡൺ, ഫോളോ അപ്പ് അഡ്വൈസ്, medication and other instructions on how to obtain urgent care in an understandable manner. Okay, അപ്പോ ഇതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഡിസ്ചാർജ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ? ചാപ്റ്റർ എളുപ്പമായിരുന്നോ? ആരും മിണ്ടുന്നില്ലല്ലോ ഒന്നും. കുഴപ്പമില്ല. വായിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ഓക്കെ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടാത്തണ്ടോ? നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടാത്തണ്ടോന്നോ, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പേടിച്ചിരിക്കൊന്നും വേണ്ട. ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ അപ്പോ? ഇല്ല. അപ്പൊ ഞാൻ അടുത്ത ചാപ്റ്റർ എടുക്കാണ് കേട്ടോ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ഒന്ന് ചോദിക്കണോ വേണമെങ്കിൽ? ഇതിപ്പോ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചോദിക്കണോ? ആരോടെങ്കിലും ചോദിക്കണോ? കിട്ടുന്നുണ്ടാ നോക്കണോ? ചോദിക്കണോ? ജസ്മിൻ? ചോദിക്കാം അല്ലേ? ചോദിക്കാം. ഡിസ്ചാർജിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ എന്താണെന്ന് ജാസ്മിൻ. ഡിസ്ചാർജിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ. When a patient leaves hospital
It is a formal release of patient from hospital Ah. after a course of treatment. After a course of treatment അല്ലേ? ഓക്കെ. എത്ര തരത്തിൽ സംഭവിക്കാം ഡിസ്ചാർജ്? 4 തരത്തിൽ അല്ലേ? ഓക്കെ. എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. Routine discharge, ഉം. AMA discharge, transfer to another healthcare facility, and discharge to hospice palliative care. ഓക്കെ. ഇനി റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞേ തുഷാര. റുട്ടീൻ ഡിസ്ചാർജ് Routine discharge is referred to as a process of patient being discharged from a hospital after getting medical treatment or care. നോർമലായിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയി പോകുന്ന ഇതാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് AMA ഡിസ്ചാർജ് എന്താ? അപ്പോ AMA ഡിസ്ചാർജ് AMA ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഒരു മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയി പോകുന്ന പ്രോസസ്സാണ് AMA എന്ന് പറയുന്നത്. AMA ഡിസ്ചാർജ് അല്ലേ? ഓക്കെ. ഇനി ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണെങ്കിലോ? ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണെങ്കിൽ എന്താ പറയാ? എന്തെങ്കിലും റീസൺ കൊണ്ട് മറ്റൊരു ഫെസിലിറ്റിയിലോട്ട്, ബെറ്റർ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ താല്പര്യപ്രകാരമോ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത്. ഇനി ജാസ്മിൻ എന്ന് പറഞ്ഞ ഡിസ്ചാർജ് ടു ഹോസ്പിസ് ഓർ പാലിയേറ്റീവ് കെയർ എന്താ വരുന്നേ? It is the process of transferring patient from a hospital to a specialized program that provides end of life care for patients. Okay. Serious illness. ഓക്കെ. ഇനി ഈ ഒരു ഡിസ്ചാർജ് പ്രോസസ്സിലെ തടസ്സങ്ങളൊക്കെ നീക്കുന്നതിന് എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടേ? റവന്യൂ ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനേക്ക് വേണ്ടി ജാസ്മിൻ ഒന്ന് പറയാം. Efficient billing system, electronic chart and medical records, discharge planning during admission, improve care coordination, better bed management, and ensure discharge medication reaches. Okay. ഇനി ഇത് നമ്മൾ പറഞ്ഞതാണ്, അത് വേണ്ട. ഡിസ്ചാർജ് പ്രോസസ് ഓഫ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞേ ജാസ്മിൻ. ഫ്ലോ ചാർട്ട് എങ്ങനെയാ ആദ്യം തുടങ്ങി അവസാനം വരെ എന്ന് പറഞ്ഞേ. Written order by doctor, informing other department, returning of patient medications, preparation and processing of bill, check mode of payment, that is cash or insurance, verification with respective insurance providers, inform wards to pay the bill by patient, settlement of bill, collecting discharge medications, explain medications and provide a discharge summary, arrange transportation if it is needed, documentation of discharge and remove patient from hospital information system. ഓക്കെ. ഇനി ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ അടുത്ത ചാപ്റ്റർ എടുക്കാൻ പോവാണ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഡിസ്ചാർജ് ആണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ഓക്കെ. ചാപ്റ്റർ ആണ്. ഇപ്പൊ എടുത്തോട്ടെ, സ്റ്റാർട്ട് ചെയ്യാലോ? Yes, teacher. Okay. Chapter 12, transfer of patients. Introduction. The intra and inter-hospital patient transfer is an important aspect of patient care, which is often handled to enhance the existing management of the patient. It may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more well-developed care. The main aim in all such shifting is to maintain the continuity of medical care, as the transfer of sick patient may produce various psychological changes which may negatively affect the prognosis of the patient. It should be initiate safe transfer, consist of decision to transfer and communication,
Pre-transfer stabilization and preparation, choosing the appropriate mode of transfer. Example, land transfer or air transport, personnel going along with the patient, equipment and monitoring needed in the course transfer, and finally the documentation and handover of patient at the receiving facility. അതായത് ഒരു ഇൻട്രാ ഹോസ്പിറ്റൽ ഇവിടെ പറയുന്നുണ്ട്, ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അത് എന്താണെന്ന് നോക്കാം. ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ എന്താണ്? അതായത് ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഒക്യൂറിംഗ് വിത്തിൻ എ ഹോസ്പിറ്റൽ, അതായത് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുന്നേ? ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന് ഉള്ളിൽ നടക്കുന്ന ട്രാൻസ്ഫർ. ഒക്യൂറിംഗ് വിത്തിൻ എ ഹോസ്പിറ്റൽ ആണെന്ത്? ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർ ഹോസ്പിറ്റൽ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചേ, എന്തായിരിക്കും ഇന്റർ ഹോസ്പിറ്റല്? സ്വമേധയായി പോകുന്നു. ഒരു ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്നതാണെന്ത്? അതൊരു ഹോസ്പിറ്റലിനുള്ളില് നടക്കുന്ന ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർ എന്തായിരിക്കും? നമ്മൾ ഇന്റർനാഷണൽ എന്നൊക്കെ പറയില്ലേ, ഇന്റർനാഷണൽ ലെവലിലുള്ള ക്രിക്കറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ എന്തായിരിക്കും അത്? എന്താ? ഹോസ്പിറ്റലിന്റെ പുറത്ത് നടക്കുന്ന, ഹോസ്പിറ്റലിന്റെ പുറത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോ ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് അക്വയറിംഗ് ബിറ്റ്വീൻ ഓർ ഇൻവോൾവിംഗ് 2 or more ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള ഒരു ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുന്നത്? ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണ്. ഇന്റർ ആണെങ്കിൽ ആ ഹോസ്പിറ്റല് മറ്റു ഹോസ്പിറ്റലുമായിട്ട് നടക്കുന്ന ട്രാൻസ്ഫറിനെ എന്ന് പറയുന്നത് ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 പോയിന്റ് ആദ്യം നിങ്ങൾ എഴുതി വെച്ചേ. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാ ഹോസ്പിറ്റൽ കേട്ടോ. ഇൻട്രാ ഹോസ്പിറ്റൽ, ഒക്യൂറിംഗ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഒക്യൂറിംഗ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഒക്യൂറിംഗ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഇനി അടുത്തത് ഇന്റർ ഹോസ്പിറ്റൽ കേട്ടോ. ഇന്റർ ഹോസ്പിറ്റൽ, occurring between or involving 2 or more hospital. ഓക്കെ, അതാണ് ഒന്ന് ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒക്യൂറിംഗ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒക്യൂറിംഗ് ബിറ്റ്വീൻ ഓർ ഇൻവോൾവിംഗ് 2 or more ഹോസ്പിറ്റൽ. ഇന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. The intra and inter hospital patient transfer is an important aspect of patient care which is often handled to enhance the existing management of the patient. അതായത് ഇൻട്രാ ഹോസ്പിറ്റൽ, ഇന്റർ ഹോസ്പിറ്റൽ എന്നത് രോഗിയുടെ പരിചരണത്തിന്റെ ഒരു പ്രധാന വശമാണ്. ഇത് രോഗിയുടെ മാനേജ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് കൈകാര്യം ചെയ്യപ്പെടുന്നു. അതായത് ഒരു പേഷ്യന്റിന് ഒന്നില്ലെങ്കിൽ ഒരു ഉള്ളിൽ വെച്ച് നടക്കുന്ന ട്രാൻസ്ഫർ കണ്ടോ, അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ട്രാൻസ്ഫർ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ രോഗിയുടെ കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വശമാണ് എന്ത്? ഒന്ന് ഇന്റർ ഹോസ്പിറ്റൽ ഫംഗ്ഷനും 2 ഇൻട്രാ ഹോസ്പിറ്റൽ ഫംഗ്ഷനും. കാരണം ആ രോഗിയുടെ മാനേജ്മെന്റ്, അതായത് നിലവിലുള്ള ആ രോഗിയുടെ കണ്ടീഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ തീരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു രോഗിയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലില് ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ അത് മുഖേനയും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന ട്രാൻസ്ഫർ ആണെങ്കിൽ അത് മുഖേനയും അയാളുടെ മെഡിക്കൽ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രാൻസ്ഫറുകൾ നടത്തുന്നത് കേട്ടോ. അത് നോർത്ത് വെക്കുക. അതായത് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കണം, അല്ലെങ്കിൽ ആ രോഗിയുടെ കണ്ടീഷൻ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകൾ പ്രധാനമായിട്ടും എന്ത് നടത്തുന്നത്? ട്രാൻസ്ഫറുകൾ നടത്തുന്നത്. ഓക്കെ, അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് എന്താ? It may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more developed care. ഏതെങ്കിലും രോഗനിർണയ പ്രക്രിയയുടെ ഭാഗമായിട്ടോ, മീൻസ് ഏതെങ്കിലും ഒരു ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ടോ ഒരു രോഗിയെ അതേ സൗകര്യത്തിനുള്ളിലോ ആ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളിലോ അല്ലെങ്കിൽ എന്താണ്
കൂടുതൽ നന്നായി വികസിപ്പിച്ച കൂടുതൽ ഡെവലപ്പ് ചെയ്ത ഒരു എന്താ പറയാ ഫെസിലിറ്റിയിലേക്ക് മാറ്റുന്നതിനോ ആണ് എന്ത് പറയുന്നേ ഈ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നില്ലെങ്കിൽ രോഗിയുടെ ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ രോഗിക്ക് നല്ല രീതിയിലുള്ള മെഡിക്കൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നേ ഈ ഒരു ട്രാൻസ്ഫർ നടത്തുന്നത് ഹോസ്പിറ്റലിനുള്ളിൽ കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും പോയിന്റ് മനസ്സിലായോ? Okay. The main aim in such shifting is to maintain the continuity of medical care. അപ്പോ ഇങ്ങനെ ട്രാൻസ്ഫർ നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, അതായത് രോഗിയെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ രോഗിക്ക് തുടർച്ചയായിട്ടുള്ള കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ രോഗിയുടെ പരിചരണം എന്ന് പറയുന്നത് പാതി വഴിയിൽ വെച്ചിട്ട് നിന്നു പോകാൻ പാടുള്ളതല്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു രോഗിയെ ഇപ്പോ ആക്സിഡന്റ് ആയിട്ട് തലയ്ക്ക് ക്ഷതമേറ്റ് കൊണ്ടുവന്നെന്ന് വിചാരിക്കുക. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലില് ആ രോഗിയെ ചികിത്സിക്കാൻ തക്കവണ്ണമുള്ള എക്യുപ്മെന്റ്സോ ഡോക്ടേഴ്സോ അവൈലബിൾ അല്ല. കാരണം ആ രോഗിയുടെ നില ഗുരുതരമാണ്. അപ്പൊ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട്, അതായത് ആ രോഗിയുടെ ട്രീറ്റ്മെന്റ് അവിടെ അവസാനിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ആ ഒരു ഫെസിലിറ്റിക്കുള്ളിൽ അതിനുള്ള സൗകര്യമില്ല, ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? ഹോസ്പിറ്റൽ എന്താ ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാ? അതായത് ആ രോഗിക്ക് മെഡിക്കൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കിട്ടണം? ആ രോഗിക്ക് മെഡിക്കൽ കെയർ കിട്ടണം. പകുതി വഴിയിൽ വെച്ചിട്ട് നിർത്താനായിട്ട് പാടുള്ളതല്ല. അപ്പൊ ട്രാൻസ്ഫറിന്റെ പ്രധാന എന്ന് പറയുന്നത് രോഗിയില് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ട്രാൻസ്ഫറിംഗ് സംവിധാനം നടത്തുന്നത്. As the transfer of sick patient may produce various psychological changes which may negatively affect the prognosis of the patient, it should be initiated. Safe transfer consists of decision to transfer and communication, pre-transfer stabilization and preparation, choosing the appropriate mode of transfer, example land transfer or air transport, personnel going along with the patient, equipment and monitoring needed in the course of transfer, and finally the documentation and hand over the patient at the receiving facility. അപ്പൊ എന്താ പറയുന്നത്? രോഗിയുടെ കൈമാറ്റം രോഗിയുടെ രോഗനിർണയത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന വിവിധ ശാരീരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്നതിനാൽ കൈമാറ്റം സുരക്ഷിതമായിട്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. അതായത് ഇങ്ങനെ രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് രോഗിയുടെ ബോഡി, അതായത് രോഗിയുടെ ഫിസിക്കൽ ബോഡി എന്താണ് പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ദേഹം അനങ്ങാനായിട്ട് എന്താ പറയാ പാടുള്ളതല്ല. ചിലപ്പോ എന്താണ് ആകെ എന്താ പറയാ ഒരു ഡാമേജ് ആയിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത്. ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോൾ തലയ്ക്കാണല്ലോ കൂടുതൽ ക്ഷതമേക്കുന്നത്. അപ്പൊ തലയോട്ടിയൊക്കെ എന്താണ് ഡാമേജ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ ബോഡിയിൽ എന്ത് ബാധിക്കും? അതായത് പ്രതികൂലമായിട്ട് ബാധിക്കും. കോൺസിക്വൻസ് ധാരാളമായിരിക്കും, റിസ്ക് ഫാക്ടർ കൂടുതലാണ് അങ്ങനെയുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോ ഇങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് നമ്മള് സുരക്ഷിതമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ആരോഗ്യയെ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ വേണ്ടത്ര പ്രിക്കോഷൻ നമ്മൾ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആരോഗ്യയെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ബോഡിയൊക്കെ അനങ്ങാതെ എന്ത് ചെയ്യണം? നമ്മള് അവിടെ എത്തിക്കണം അല്ലെ? എവിടേക്കാണോ നമ്മൾ കൊണ്ടുപോകുന്നത് അവിടെ എത്തുന്നത് വരെ എന്ത് ചെയ്യണം? നമ്മള് രോഗിയെ എന്ത് ചെയ്യണം? ശരീരം അനങ്ങാതെ സൂക്ഷിച്ചിട്ടായിരിക്കും നമ്മള് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അതാണ് കേട്ടോ അവിടെ പറയുന്നേ. ഇനി കൈമാറ്റം നടത്താനും, അതായത് ട്രാൻസ്ഫർ നടത്താനും കമ്മ്യൂണിക്കേഷൻ നടത്താനുമുള്ള തീരുമാനം, കൈമാറ്റത്തിന് മുമ്പുള്ള സ്ഥിരത, തയ്യാറെടുപ്പ്, അനുയോജ്യമായ കൈമാറ്റ രീതി, അതൊക്കെ എന്ത് ചെയ്യണം? നമ്മള് തിരഞ്ഞെടുക്കണം. അതായത് രോഗിയെ നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യണത് എവിടെയാണ്, കൂടാതെ ട്രാൻസ്ഫർ ചെയ്യുന്ന വഴിക്ക് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. അതായത് നമ്മൾ വരുന്ന ഹോസ്പിറ്റലിൽ, നമ്മളെ ചെല്ലുന്ന ഹോസ്പിറ്റൽ തമ്മിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. പിന്നെ വഴിയിൽ നിങ്ങളിപ്പോ ട്രാഫിക് എന്ന് പറയുന്ന ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അതിനകത്തുണ്ട് ഒരു ട്രാൻസ്ഫർ എങ്ങനെയാണ്, അതായത് ക്രിട്ടിക്കൽ, അതായത് അത് ഹാർട്ടാണല്ലേ അത് എത്തിക്കുന്നത്, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഹൃദയമാണ് എത്തിക്കുന്നത്. അപ്പൊ അത് ഇത്ര നേരത്തിനുള്ളിൽ അവിടെ എത്തിക്കണം. പിന്നെ ആ പേഷ്യന്റ് മരണത്തോട് മല്ലടിക്കുകയാണ്, അപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ അത് വെച്ച് പിടിപ്പിക്കണം, ആ ഹൃദയം ആ രോഗിയിൽ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ ഉണ്ടാകും. അപ്പൊ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ആ മൂവിയിൽ പറയുന്ന
പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ അവിടെ വർക്ക് ആവുന്നത്. അതായത് ഇപ്പോ എല്ലാവരുമായിട്ട് സഹകരിച്ചാണ് ആ ഒരു മൂവി. നിങ്ങൾ ആ ഒരു മൂവി കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ട്രാഫിക് എന്ന് പറയുന്ന മൂവി? കണ്ടിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അതിനകത്ത് എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോ അങ്ങനെ നടക്കുമ്പോൾ ഇപ്പൊ എന്താ പോലീസുമായിട്ടും അതുപോലെ ഹോസ്പിറ്റൽ അതോറിറ്റിയുമായിട്ടും മറ്റു പല ആളുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, ആ ഒരു ഹൃദയം എവിടെ എത്തിക്കുന്നത്, മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് അല്ലെ? അതിന് എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ്. പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, പ്രോപ്പർ ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണം. അപ്പൊ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും എന്താണ്, ഇത്തരത്തിലുള്ള നടപടികളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മള് സ്വീകരിക്കേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനെ പോകുമ്പോൾ, അതായത് ട്രാൻസ്ഫറിങ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട് ആവാം. അപ്പൊ ട്രാഫിക് എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ട് ആണ് അല്ലെ? അതായത് എത്തിക്കുന്നത് എങ്ങനെയാണ്, വാഹനത്തിലൂടെയാണ് എത്തിക്കുന്നത്, അതായത് റോഡ് മാർഗം എത്തിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റോഡ് മാർഗമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ലാൻഡ് ട്രാൻസ്പോർട്ട് ആണ്. ഇനി എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, അതായത് വിമാനം വഴി, എയർ ട്രാൻസ്പോർട്ട് വഴി, ഈ വിമാനം വഴി, എയർപ്ലെയിൻ ഒക്കെ വഴി എന്ത് ചെയ്യാണ്, നമ്മൾ രോഗിയെ എത്തിക്കുകയാണെങ്കിൽ അത് എയർ ട്രാൻസ്പോർട്ട് ആണ്. നമ്മൾ കണ്ടതാണ് ഇപ്പൊ നിർഭയയുടെ കേസിലൊക്കെ, അതായത് ന്യൂഡൽഹിയിൽ നിന്ന് ആ കുട്ടി എന്താണ് ലണ്ടനിലേക്ക് ആണ് കൊണ്ടുപോയത് അല്ലെ? അതായത് വളരെയധികം റേപ്പ് ഒക്കെ ചെയ്യപ്പെട്ട് മരിക്കാറായ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, എയർ ട്രാൻസ്പോർട്ടിലൂടെയാണ് കൊണ്ടുപോകുന്നത്. കാരണം അത്രയും ക്രിട്ടിക്കൽ ആണ്, എത്രയും പെട്ടെന്ന് എത്തിക്കണം. അപ്പൊ നമുക്ക് നല്ല മികച്ചൊരു ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുത്തുകൊണ്ടാണ് വിദേശത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയത്. ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോ എത്രയും പെട്ടെന്ന്, അതായത് മെഡിക്കൽ കെയർ എത്രയും പെട്ടെന്ന് ആ രോഗിക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കെയറിന്റെ കണ്ടിന്യൂറ്റി അവിടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിലുള്ള മാർഗമായിട്ടുള്ള എയർ ട്രാൻസ്പോർട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ആയിട്ടാ, കാരണം പെട്ടെന്ന് നമ്മൾ എത്തുക അല്ലെ? അപ്പോ രോഗിയെ കൊണ്ടുപോകുന്നത് ഒന്നില്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട് മുഖേനയാവാം, അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ആകാം. അങ്ങനെ പലവിധ ഇതിലാണ് കൊണ്ടുപോകുന്നത്. കൂടാതെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ബന്ധപ്പെട്ട ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ പോലീസിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്തുണ്ടാകും, ഈ ഒരു ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ആണെങ്കിൽ, അതായത് ഇപ്പോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ, ഇപ്പൊ ഇങ്ങനെയുള്ള അവയവങ്ങൾ കൊണ്ടുപോവാണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ റേപ്പ്, അതായത് അസാൾട്ട് ഒക്കെ നേരിട്ട് ഉള്ള കുട്ടികളെ ഒക്കെ അങ്ങനെ ഇവരൊക്കെ രക്ഷിക്കാനായിട്ടൊക്കെ, ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മരണത്തോട് അഭിമുഖീകരിക്കേണ്ടി വന്ന അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേസുകളിൽ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവും, ഉദ്യോഗസ്ഥരുണ്ടാവും. കൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥരുണ്ടാവും. ഇവരൊക്കെ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഉദ്യോഗസ്ഥര് രോഗിയോടൊപ്പം പോകുന്നുണ്ട്. പിന്നെ അപ്പൊ മൊത്തത്തിൽ എന്താണ്, ആവശ്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഉപകരണങ്ങള്, അതുപോലെ തന്നെ എന്താണ് അങ്ങനെയൊക്കെ, അതായത് ഉദ്യോഗസ്ഥരുണ്ടാകും, അതുകൂടാതെ ഹോസ്പിറ്റൽ അതോറിറ്റിയിൽ ആരെങ്കിലും ഉണ്ടാകും, കൂടാതെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ഇങ്ങനെ ട്രാൻസ്ഫറിങ്ങിന്, അതായത് ലാൻഡ് ട്രാൻസ്പോർട്ട് ആയാലും എയർ ട്രാൻസ്പോർട്ട് ആയാലും രോഗിയെ നമ്മൾ കൊണ്ടുപോകുന്ന വഴിക്ക് രോഗിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ചികിത്സ യാതൊരു കാരണവശാലും നിഷേധിക്കപ്പെടുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് എമർജൻസി ഘട്ടങ്ങളിൽ എന്താണ് ഉള്ള എക്യുപ്മെന്റ്സുകൾ, എന്ത് ഇപ്പൊ ഓക്സിജൻ ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും എന്താണ് ആ ഒരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തിൽ അതൊക്കെ എന്താണ് ഉണ്ടാകും കേട്ടോ. എക്യുപ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രോഗി പോകുമ്പോൾ ആ രോഗി പോകുന്ന വാഹനത്തില് അത്യാവശ്യമായിട്ട് എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ലാസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഹോസ്പിറ്റൽ, അതായത് ഏത് ഹോസ്പിറ്റലിലാണോ നമ്മൾ ചെല്ലുന്നത് ആ ഹോസ്പിറ്റലിൽ നമ്മളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്, അവസാനിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ ആ ഒരു ഇത് പറയുന്നത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത് എന്തൊക്കെയാണെന്ന്? ഓക്കെ, ഇപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താ പറഞ്ഞത് ഞാനിപ്പോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, എന്താണ് എയിം, എന്താണ് ട്രാൻസ്ഫറിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്? മെഡിക്കൽ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്,
രോഗിയിൽ എന്താണ് ചില പ്രതികൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ, കാരണം ബോഡി ചലിപ്പിക്കുകയാണല്ലോ, മൂവ് ചെയ്യിപ്പിക്കുകയാണല്ലോ ചെയ്യണത്. അപ്പോ ആ പേഷ്യന്റിന് കാര്യമായിട്ടുള്ള ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, കാര്യമായിട്ടുള്ള കോൺസിക്വൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തുടങ്ങി ചെയ്യേണ്ടതുണ്ട്. രോഗിയുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സുരക്ഷിതമാക്കേണ്ട ഒന്നാണ്. അപ്പൊ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കണം, വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കണം. അതുകൂടാതെ രോഗിയുടെ കൂടെ ആര് പോകണം, ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ പോകണം. പിന്നെ ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ട് ആകാം അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ആകാം. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, രോഗിയെ നമ്മൾ ഒരു ഫെസിലിറ്റിയിൽ നിന്ന് മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ എത്തിക്കുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ വേറൊരു, അതായത് മറ്റൊരു ഹോസ്പിറ്റലിൽ സുരക്ഷിതമായിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഫൈനലി ദ ഡോക്യുമെന്റേഷൻ ഹാൻഡ് ഓവർ ഓഫ് ദ പേഷ്യന്റ് റിസീവിംഗ് ഫെസിലിറ്റി. അതായത് നമ്മള് ഇത്രയും കാര്യങ്ങൾ, ഈ ഉദ്യോഗസ്ഥരുണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, ഒക്കെ കൂടി എന്താണ് നമ്മൾ ഈ പേഷ്യന്റിനെ നമ്മൾ എവിടെയാണോ കൊണ്ടുചെന്ന് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഏത് ഹോസ്പിറ്റലിലാണോ അവരെ എത്തിക്കേണ്ടത്, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ഫെസിലിറ്റി, ആ ഒരു ഹോസ്പിറ്റലില് രോഗിയെ റിസീവ് ചെയ്യുകയും എന്താണ് രോഗിയുടെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു കേട്ടോ. പിന്നെ അവരാണ്, ആ ഹോസ്പിറ്റലാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നെ ഈ രോഗിയെ നോക്കേണ്ടത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ, ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഇതിന്റെ ഡെഫിനേഷൻ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യന്റ്, completing request records and shifting patient to another department within the hospital or to another hospital or home. അതായത് രോഗി എന്താ ചെയ്യുന്നേ, രോഗിയെ തയ്യാറാക്കുകയും അതുകൂടാതെ ആവശ്യമായ രേഖകൾ പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ട് ഒരു രോഗിയെ ആശുപത്രിക്കുള്ളിലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നേ, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് രോഗിയെ പ്രിപ്പയർ ചെയ്യുന്നു, രോഗിയെ റെഡിയാക്കുന്നു, കൂടാതെ ആവശ്യമായിട്ടുള്ള രേഖകൾ തയ്യാറാക്കുന്നു. പിന്നെ ഇതിന് വേണ്ടിയിട്ടാ ചെയ്യുന്നേ, അതായത് ഒരു രോഗിയെ ആശുപത്രിക്കുള്ളിലോ അല്ലെങ്കിൽ മറ്റിപ്പോ ഒരു ആശുപത്രിക്കുള്ളില് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്, ട്രാൻസ്ഫർ തന്നെയാണ് കേട്ടോ. രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം എന്താണെന്നുള്ളത്. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ കൊണ്ടുപോകുന്നത്, മാറ്റുന്നതിനെ എന്ത് തന്നെയാ പറയുന്നേ, ട്രാൻസ്ഫർ എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം, രോഗിയെ തയ്യാറാക്കുകയും കേട്ടോ, രോഗിയെ പ്രിപ്പയർ ചെയ്യുന്നു, ആവശ്യമായ രേഖകൾ പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ട് ഒരു രോഗിയെ ആശുപത്രിക്കുള്ളിലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ മറ്റൊരു ആശുപത്രിയിലേക്കോ വീട്ടിലേക്കോ മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ടീച്ചർ, ഇതില് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഇതിൽ പെടുന്നതല്ലേ? ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഏതാണ്? പേഷ്യന്റിന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കൊടുക്കുമല്ലോ, ഹൃദയം. അതും ഈ ഒരു ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് വരുന്നത്. പേഷ്യന്റ് ട്രാൻസ്ഫർ ആണ് നമ്മളിവിടെ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓർഗൻസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഒരു ഇത് തന്നെയാണ് വരുന്നത്, എല്ലാ കാര്യങ്ങളും. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലെ, സമയമായിട്ടോ. അടുത്ത ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ട് വരണേ, ഞാൻ പറയുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയിട്ട് വരണേ. നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ക്ലാസ് ട്യൂസ്ഡേ തന്നെ ആയിരിക്കുള്ളൂ. ടൈം ടേബിൾ തന്നെയാണോ ഇനി അങ്ങോട്ട്? ഇപ്പൊ നിലവിലുള്ളത് ഇങ്ങനത്തെ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും കേട്ടോ. ഇപ്പൊ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ, ഈ ഒരു ടൈം ഒക്കെ വെച്ചിട്ടാ പോകുന്നത്. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു.